ദീപിക്കല് ഇനിയിപ്പോ കരിഞ്ഞ മണ്ടു അത് തന്നെ. ആ നല്ല പറച്ചില് പറയും. എന്ത് ചക്കര കൊല്ലത്തോട്ട് ഇന്നലെ നമ്മളെ മുന്നേ ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വരും. അതൊക്കെ കണ്ടുപോരാ. അതന്നെ ഷട്ടില് ബസ് പോണോലെ ട്രിപ്പ് അടിച്ച അങ്ങനെ 25 എത്ര ദിവസമായി? ഇനി രാജയുടെ കളികൾ വീണ്ടും കൊല്ലത്തോട്ടാണ്. കല്യാണം കഴിഞ്ഞ അവിടെ എത്ര 8 ദിവസം വന്നിട്ടുള്ളു? ഇപ്പൊ ചക്കരനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിച്ചൊരു വീലാ തോന്നുന്നത്. അത്ര ദിവസം കാണാനിട്ടേ അപ്പൊ സിനു ഞങ്ങൾ കൊല്ലത്ത് നാളെ 6 മണിക്ക് 9 മണിക്കാ ട്രെയിൻ. വൈകുന്നേരം അവിടെ എത്തണ കൊല്ലത്തില് ട്രെയിൻ എടുത്തു. ഇത്ര ദിവസം വരാൻ വേണ്ടി കാത്തിക്കായിരുന്നു. അതിനെ ഇത്ര ദിവസം അല്ലെങ്കിൽ നേരത്തെ പോകണ്ടോ? എല്ലാ കുട്ടികൾക്കും ഞാന് ഒരു വയസ്സ് വരെ എത്തുമ്പോ ഞാന് അമ്മായി മേമയൊക്കെ ഒരു വയസ്സായി കഴിഞ്ഞ ഒരു വർത്താനം പറഞ്ഞ പിന്നെ ഞാൻ ഒരു ചക്കര പഠിപ്പിച്ചു കൊടുക്കണ മേമാന്ന് വേണ്ടി വിളിക്കണ ചക്കരയെന്ന്. എന്തെങ്കിലൊന്നും പോവാൻ തോന്നണില്ലേ? നാട്ടു നടപ്പുണ്ട്. എന്താ ഇവിടെ ഡിസ്ചാർജ് ആകുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഗൈസ് ഉമ്മയും ഇവരൊപ്പം പോവുകയാണ്. കാരണം നാളെ നിജാസും ചക്കരയും നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഉമ്മാക്ക് എന്താവൂല, ഇപ്പൊ അവിടെ അടുത്ത് വേറെ ആളില്ല. നമ്മുടെ സാഹചര്യം കൊണ്ട് ഉമ്മാക്ക് പോവേണ്ടി വന്നു. എന്തായാലും ഉമ്മ കുട്ടിയെ കണ്ടു, കുട്ടിയുടെ അടുത്തിരുന്നു, കുട്ടീനെ കണ്ടു. പോവാൻ വലിയ മനസ്സൊന്നുമില്ല, എങ്കിൽ പോലും ഉമ്മ തിരിക്കുകയാണ്. നല്ല എസി, നല്ല ഫുഡ്, എന്നാ നടക്കി വല്ലാതെ ചളിയാക്കണ്ട. യാത്ര തിരിക്കുകയാണല്ലേ? അങ്ങനെ ഉമ്മയും ചക്കരയും ഉപ്പയും മറ്റൊരാടെ വണ്ടി എടുക്കാൻ പോയില്ലേ? ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്നു. മോളാ അങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഉമ്മതാ ഉപ്പാനെ ഫ്രണ്ടിലിരുത്തിക്കോ. എന്താണെന്നറിയോ, ഛർദിക്കും ചിലപ്പോൾ. ഇടിഞ്ഞ് പിടിച്ചിരുന്നു ഫ്രണ്ടിലിരുന്നോളൂ. എല്ലാവരും പാടെ പോവോ? കയറി ഇറങ്ങി ഇരിക്കുന്നോളി. അതാ ഛർദിക്കാണ്ടെങ്കിലേ പറഞ്ഞാൽ മതി, വണ്ടി സൈഡാക്കി തരും കേട്ടോ. ഉമ്മ എന്തെങ്കിലും ഒരു കവർ ഉണ്ടെങ്കിൽ കൊടുത്തോ. പോ വണ്ടി കയറും. കയറി ഇരിക്കാൻ പറ്റുമോ? നിർത്തി പോയാൽ മതി. ചക്കരന്റെ മടിയിൽ ഇരുത്തിക്കോ. എന്നായിക്കോട്ടെ, വിളിക്കാം. നമ്മളുപ്പ വന്നു, അതേമാതിരി ചക്കര വന്നു, നിജാസ് വന്നു, നമ്മളെ ഫ്രണ്ട്സ് വന്നു. എന്തായാലും അവർ കുട്ടിയൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ നാട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഉമ്മയും കൂടെ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നാളെ നിജാസും ചക്കരയും പോവുകയാണ്. നിജാസും ചക്കരയും പോയി കഴിഞ്ഞാൽ ഉപ്പ അവിടെ ഒറ്റക്കാണ്. ഉപ്പാനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒറ്റക്ക് നിർത്താൻ പറ്റിയൊരു സ്റ്റേജല്ല. കാരണം ഉപ്പാക്ക് ഒരാൾ കൂടെ നടന്ന് എല്ലാം ചെയ്തു കൊടുക്കണം.
അപ്പോൾ തൽക്കാലം സിനുവിൻ്റെ ഉമ്മയുടെ ഏട്ടത്തെയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ ഏതായാലും ഉമ്മ ഇവിടെ വേണ്ട ആവശ്യമാണ്, കാരണം ആ കൈ നീട്ടി വാങ്ങാൻ നമുക്ക് ഉമ്മ വേണമല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മ ഇന്നലെ വന്നു, കുട്ടിയെ കണ്ടു. ഇന്ന് മൊത്തം ഉമ്മ കുട്ടിയുടെ കൂടെ നിന്നു. എന്തായാലും ആ ഒരു ഭാഗം ക്ലിയറായി. പിന്നെ ചടങ്ങെന്നല്ല, ഇങ്ങനെ നാട്ടിൽ നടപ്പില്ലേ, കഴിയോളം ഹോസ്പിറ്റലിൽ നിന്ന് പോകണം ഉമ്മ കൂടെ നിൽക്കണ്ടേന്നൊക്കെയുള്ള ചോദ്യം വരും. പക്ഷെ നമ്മളെ സിറ്റുവേഷനാണ് ഒരു മനുഷ്യൻ്റെ കാര്യം നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ നാട്ടിൽ നടപ്പൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും. എന്തായാലും ഇപ്പോൾ ഒരുപാട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞ മക്കളെ, ഞാൻ എൻ്റെ മനസ്സിൽ പോലും നിങ്ങൾക്ക് അത്രയും അത് ഹേർട്ടാവുന്നോ അങ്ങനെ ഇതാവുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ മൈൻഡ് തന്നെ ഔട്ടായിരുന്നു. ഒരു കാര്യം കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഓരോ കണ്ടൻറ് മേക്കറാണ്, ഓരോ ദിവസം ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്ന ജോലികൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ 1-2 വർഷമായിട്ടില്ല, ഞാൻ കഷ്ടിയിട്ട് 3-4 വർഷമായിട്ട് നമ്മൾ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എപ്പോഴും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വരുമാനം ഇല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, വരുമാനമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ലൈഫ് തന്നെ മാറി മറന്നത്. ഓക്കെ, അത് നിങ്ങളെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം പറയട്ടെ, ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാനില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു ഡയറി, അതായത് ഉപ്പ അവിടെയാണ്, ഉപ്പാക്ക് വരാൻ പറ്റിയില്ല, പിന്നെ നിജാസ് അവിടെയാണ്, എനിക്കുള്ള ആ ഒരു റിവീൽ ചെയ്യുന്ന വീഡിയോ എനിക്ക് നല്ലൊരു മെമ്മറി ആക്കി എടുത്തു വെക്കണം എന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതങ്ങോട്ട് ഒരു സർപ്രൈസ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട് എന്ന്. നമ്മുടെ സർപ്രൈസ് നീണ്ടുപോയ സർപ്രൈസ് ഒന്നുമല്ല, മണിക്കൂറുകൾ മാത്രമാണ്. അതായത് കുറഞ്ഞ മണിക്കൂറുകൾ, 10:15 പ്രസവിച്ച് ഞാൻ കഷ്ടി 2 മണിക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് കുട്ടിയാണെന്നുള്ള കാര്യം, അല്ലാതെ ദിവസങ്ങളോളം ഞാൻ ആ കണ്ടിട്ട് ഇതാക്കിയിട്ടില്ല. കാരണം അവർ വരാനുള്ളൊരു ടൈമാണ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ടൊരു വിരോധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് നമ്മളെ വിജയം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇടങ്ങേറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥത കൊണ്ടാവാൻ ചിലപ്പോൾ എന്ത് കാട്ടിയിട്ടുണ്ടാവുക, ആ ഒരു നമ്മളൊരു മനസ്സിലൊരു തീം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ, എനിക്ക് ആ ഒരു വീഡിയോ നല്ല വിഷ്വൽ വാപ്പാടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ സോഫി അവിടെയാണ്, സോഫിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓൾക്ക് അവിടെ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഓൾ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻറ്റിലാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കമൻസ് കാണുമ്പോൾ ഇടങ്ങേറുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിന്, ഇത്രയും വെയിറ്റ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്ത് കുട്ടിയാണ് പറയാത്തത്. ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല, അത് സ്വാർത്ഥതല്ല, എനിക്കതിൻ്റെ മൈൻഡിൽ വേറെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. എന്തായാലും നിങ്ങൾ അറിയിക്കാതെ എനിക്ക് മൂടി വെക്കാനൊന്നും പറ്റൂല. കാരണം എന്തായാലും നിങ്ങളോട് പറയണം. അത് വല്ലാതെ നീട്ടിക്കൊണ്ടാതെ ചെറിയൊരു മണിക്കൂറിൽ ഒതുക്കാച്ചിട്ടായിരുന്നു. അതാണ് ഞാൻ ഉച്ചക്ക് തന്നെ അത് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ പറയട്ടെ, എല്ലാവരും ഉച്ചക്കാണ് വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്യുക. ഞാൻ അപ്പപ്പുള്ള അപ്ഡേഷൻസ് ഞാൻ അറിയിച്ചായിരുന്നു. എന്തായാലും ഇത് ഓലൊക്കെ പാടെ വന്നിട്ട് നല്ലൊരു വീഡിയോ. കാരണം ഞാൻ ആ ബോയ് ഗേൾ എന്നുള്ള തീമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അത് ചെക്കന്മാർ വരുമ്പോൾ വാങ്ങിക്കൊടുന്നതാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള ഇതുണ്ടായില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ, കാരണം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ നല്ല 2-3 സംഭവമൊക്കെ ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പേരിട്ട് വെക്കുക, അങ്ങനെ ഒരു ഇതിപ്പൊക്കെ അങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന സംഭവമാണിത്. പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ പ്രേക്ഷകർക്ക് എന്താവും, വേദന ആവും, അവർ നമ്മളെ വെറുത്ത് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ നിങ്ങളോട് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വള്ളത്തിൽ പെട്ട പൂച്ചയെന്ന് പറയില്ല, അതേ അവസ്ഥയാണ് ഗൈസ്. ഒക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. പിന്നെ എനിക്ക് ഒരുപാട് പേര് ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഡോക്ടർമാരവിടെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. വന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മളെ ബോർഡിൻ്റെ മുകളിൽ സന്ദർശകർക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതും എനിക്ക് ജാട കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോസിലാണ് നൗഫലിന് ഏറ്റവും കൂടുതൽ ജാട എന്ന് പറഞ്ഞിട്ട് വന്നത്. ഒരിക്കലും ജാട കൊണ്ട് ചെയ്യണതോ പറയണതോ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ, അവിടെ ഒന്നാമത് സിനു പ്രസവിക്കാൻ ഒരു 3 ആഴ്ച മുന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള അതായത് ആരോഗ്യത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അതായത് പെട്ടെന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാമെന്ന് ഡോക്ടർ പറഞ്ഞു.
അപ്പോൾ രാവിലെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വന്നു, എല്ലാവരും കണ്ടു, സന്തോഷം. ഞാൻ കുട്ടിയെ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു എല്ലാ. പക്ഷേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നിട്ട് കുട്ടിയെ കാണാനോ തൊടാനോ പാടില്ല, ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞു. കാരണം നമ്മളിൽ പലർക്കും എന്തൊക്കെ അസുഖങ്ങളാണ്, ചെറിയ ചിലപ്പോൾ ജലദോഷം ഉണ്ടാവുക, കഫക്കെട്ട് ഉണ്ടാവുക, ഇതുപോലത്തെ അതുപോലെ ഈ ഒരു പച്ച കുട്ടികൾക്ക് വേഗം ബാധിക്കും, ഇൻഫെക്ഷൻ ബാധിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരെന്നെ ബോർഡിൽ വെച്ചിട്ട് പോയതാണ്, ഞാൻ ചെയ്തതല്ല. സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലാക്കുന്നു. ഞാൻ പിന്നെ പരമാവധി ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത്രയും ദൂരത്തുനിന്ന് അവർ കുട്ടികളെയും ഉമ്മാനെയും എല്ലാവരും കാണാൻ ആഗ്രഹിച്ചു വരുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. കാരണം പിന്നെ ഈ ഹോസ്പിറ്റലിൽ പരിമിതികളുണ്ട്. കാരണം ആ ഇടവഴിയിലാണ് ഒരുപാട് ആളുകൾ കൂട്ടം കുത്തി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നേഴ്സുമാർക്ക് പോകാൻ കഴിയില്ല, അവർ പരാതി കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഉമ്മയും ഉപ്പയും നിജാസും ചക്കരയൊക്കെ സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ചക്കരയും നിജാസും നാളെ നാട്ടിലോട്ട് പോകും. സിനും കുഞ്ഞും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അൽഹംദുലില്ലാ എപ്പോഴാണ് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തതിൽ എല്ലാവരോടും ഒരിക്കൽ ക്ഷമ ചോദിക്കുന്നത് സോറി പറയുകയാണ്. ഇനി അതാരും മനസ്സിൽ വെക്കരുത്. എന്തായാലും ഇൻഷാ അല്ലാഹ് എനിക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനൊരു മടിയില്ല കേട്ടോ. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം, ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.